നാം അടുത്തു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അല്പസമയം ദൈവകരങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ആരാധനയിൽ ദൈവത്തിൽ അനുഭവിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവമക്കൾ ഒന്നിച്ചു കൂടി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നാം ഇവിടെ കൂടി വരുമ്പോൾ ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് നാം അനുഭവിക്കേണ്ടതിന്, നമ്മുടെ ശരീരങ്ങളിൽ അനുഭവിക്കേണ്ടതിന്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യത്തിന് തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നോട്ടത്തിൽ, ചിന്തകളിൽ, പ്രവൃത്തികളിൽ, സംസാരത്തിൽ, ഇടപെടലുകളിൽ, കൊടുക്കലുകളിൽ, വാങ്ങലുകളിൽ കർത്താവെ വന്നുപോയ എല്ലാ കുറവുകളും കർത്താവെ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഇന്ന് പകൽക്കാലം തിരുരക്തത്താൽ ശുദ്ധരായി ചേർന്ന് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വളരുന്ന ഒരു പകലാക്കുവാൻ ദൈവമേ ഞങ്ങൾ ആത്മാവിൽ നിന്നോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, പകൽക്കാലങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ഇന്നത്തെ ആരാധനയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവേ ഞങ്ങളെ അങ്ങനെ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ കർത്താവേ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ പകൽക്കാലം ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സൗഖ്യം അയക്കണമേ. ഹൃദയനുറുക്കത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ അവിടുത്തെ ആശ്വാസത്തിന്റെ കരമയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണം. പ്രാർത്ഥനകളുടെ തോർത്ത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥനിൽ എഴുന്നേൽക്കാം. മലയാളം പാട്ട് പാടി ആരാധിക്കാം. പാട്ട് ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ വലിയ കരം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം, നമ്മെ നടത്തുന്ന, നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കരം. നാം പാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഇത് ഒരു ചടങ്ങായി തീരാവുന്നതാണ്. നാം എപ്രകാരം ദൈവത്തിലായിരിക്കുന്നുവോ, നാം എപ്രകാരം ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നുവോ അത് നമ്മുടെ ഉള്ളിൽ തട്ടി വേണം നമ്മൾ പാടുവാൻ. സാധാരണ ഒരു പാട്ട് പോലെ ആകരുത്. ആമേൻ. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കരങ്ങളെ അടിക്കുവാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് നാം ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാവിലെ കേട്ടതുപോലെ സാറാബുകളും കെരൂബുകളും കർത്താവിനെ രാപ്പകൽ, ആമേൻ, ആമേൻ, അവിടെ പറയുന്നത് ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുന്നതിനുമായി സർവശക്തിയുള്ള കർത്താവാം ദൈവത്തിനെ സകല മാനവും ബഹുമാനവും പുകഴ്ചയും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്മാർ കിരീടങ്ങളെ താഴെയിടുകയാണ്. കാരണം അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തെ താഴെ ഇട്ടുകൊണ്ട് അവർ സർവശക്തിയുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. കാരണം കർത്താവേ, നീ സർവവും ചമച്ചവനാണ്. ഈ ഭൂമിയും ഭൂതലവും അതിൻ്റെ എല്ലാം കർത്താവ് ഉണ്ടാക്കിയതാണ്. അങ്ങനെയെങ്കിൽ നാം എത്രമാത്രം ദൈവത്തെ ആരാധിക്കണം. ഈ രാവിലെ സമയം നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ വലിയ കാഴ്ചപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. നമ്മൾ ആദ്യമായി പാടുന്നത് എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ്റെ നന്മകൾക്കായി. അതിൻ്റെ ഓരോ സ്റ്റാൻസായി നാം പാടുമ്പോൾ നമ്മുടെ ജീവിതത്തോട് തന്നെ ചേർന്ന് നമുക്കത് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രം. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ താൻ നന്മകൾക്കായി സ്തുതിക്കാം.
ദൈവം പറയുന്നു, നീ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ എന്റെ പുറകിൽ കേൾക്കുന്ന ശബ്ദം കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ രണ്ടാമത്തെ പാട്ട് പാടുന്നതിന് മുമ്പ് എന്നോടൊപ്പം നമ്മുടെ സജി ബ്രദറും എൻ്റെ വൈഫും പാടാനായിട്ട് കയറി. ഈ ചർച്ച തുടങ്ങിയ സമയം മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പ്രിയ സജി ബ്രദർ ഇവിടെ കയറി എൻ്റെ കൂടെ പാടണം. പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അധികം നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ മകന് വേണ്ടി. ഇന്ന് പകൽക്കാലം ദൈവം ആ മകനെ എൻ്റെ കൂടെ ഒത്തിരി സന്തോഷമാണ്. അടുത്ത പാട്ട് നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട്, അദ്ദേഹം എപ്പോഴും എന്നോട് പറയും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഈ പാട്ടോട് നമുക്ക് പാടാം. ആമേൻ. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. എത്ര മനോഹരമായ പാട്ട്. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്ത് അണച്ചു ഭയപ്പെടേണ്ട എന്ന് ഉരച്ചവൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആശ്രയിപ്പാൻ ഒരു പാറയുണ്ട് ദൈവമക്കളെ. നമുക്ക് ചാരുവാൻ ഒരു ദൈവമുണ്ട്. ഒന്ന് നാം അറിയേണ്ടത്, ആ അപ്പൻ നമ്മളെ ചേർപ്പാൻ വരുവാൻ കാലമാസങ്ങളായി. നമ്മുടെ കഷ്ടത മാറുവാൻ, നമ്മുടെ ഭാരം മാറുവാൻ, നമ്മുടെ വേദന മാറുവാൻ ദൈവം ആമേൻ നമ്മെ ചേർപ്പാൻ ആമേൻ വരുവാൻ കാലമാസന്നമായി. നമുക്ക് ചേർന്ന് ഈ പാട്ട് പാടാമല്ലോ. ആമേൻ. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണും
കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ അഭിഷേകമുള്ള പെട്ടകം, അഭിഷക്തന്മാരുടെ കാൽത്തൊട്ടം, നന്മയെ കെടുത്തിക്കളയുന്ന മരണയോർദാനത്തിലേക്ക് 1000 വരുന്നതുപോലെ നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിനെതിരായി വാദിച്ചു നിൽക്കുന്ന വ്യാപാര ശക്തികളെ കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് രാവിലെ ചെയ്യപ്പെടുത്തുകയാണ്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചു. നമ്മളെ അനുഗ്രഹിക്കും. ഏത് വിഷയത്തിൽ അവരുടെ ആയിരിക്കുന്നു രക്തം കൊണ്ടും മധുരം കൊണ്ടും കുഞ്ഞുങ്ങളെ മുദ്രയിടും. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന്റെ കൃപകൾ നാം പ്രാപിച്ച് നാം ഇന്ന് രാവിലെ പാടിയതുപോലെ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനക്ലേശങ്ങളാൽ, നമ്മുടെ ജീവിത ഭാരങ്ങളാൽ, നമ്മുടെ പ്രതിസന്ധികളാൽ നാം ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന് വിചാരിച്ച സമയത്ത്, മരണം നമ്മെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് വിചാരിച്ച സമയത്ത് ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇറങ്ങി വന്ന് നമ്മെ തൊട്ട് തലോടി നമ്മെ സൗഖ്യപ്പെടുത്തി നമുക്ക് ആരോഗ്യം തന്ന് ആയുസ് തന്ന് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We worship you, Jesus. We worship your holy name. Hallelujah, hallelujah. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസമല്ല, എല്ലാ ദിവസങ്ങളും നാം നമ്മുടെ നാഥനെ സേവിക്കുമെന്ന ആ പ്രതിജ്ഞ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം വിശ്വസ്തയോടെ കുറവുകൾ വരുത്താതെ ദൈവഹിതപ്രകാരം നിർവഹിക്കുവാൻ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ സഭായോഗത്തിന്റെ ആരംഭം മുതൽ നമ്മുടെ മധ്യത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം ഈ സർവീസിന്റെ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഉണ്ടാകുവാൻ, കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടുവാൻ, നാം ഏത് വിഷയത്തോട് ഏത് ആവശ്യത്തോട് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നുവോ അവയെല്ലാം പരിഹരിക്കപ്പെട്ട് അവയ്ക്കെല്ലാം നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങി പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ കൂടി സംസാരിക്കുന്ന ദൈവദാസനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് നാം കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വചനം എന്റെ ദാസന്റെ മേൽ കർത്താവ് കൊടുക്കുവാൻ, അത് പകർന്ന് നമുക്ക് തരുവാനുള്ള ദൈവിക അഭിഷേകം പ്രിയദാസന്റെ മേൽ പകരുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ഞാൻ ആരെയും പ്രാർത്ഥിക്കാനായിട്ട് അസൈൻ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്ന 2-3 പേർക്ക് ഈ സമയം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Praise God. Praise God. Lord, hallelujah. Hallelujah. Praise you, Jesus. Lord, hallelujah. Hallelujah. Praise you, Jesus. Amen. Hallelujah. Praise the name of Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise the name of Jesus. Hallelujah. Hallelujah. Yes, Lord. Praise you. Praise you. Praise you. Yes. Yes, Lord. We thank you, Lord. Yes. Amen. Hallelujah. Thank you, Lord. Yes, Jesus. Hallelujah. Yes, in the name of Jesus. Amen. Hallelujah. By the power of your holy name, Lord. In the name of Jesus.
Praise God. Hallelujah. Hallelujah. Praise you, Jesus. Praise God. Hallelujah. Praise God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 138ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 138. We read responsibly. I will read that in Malayalam. Praise God. Hallelujah. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെ അവൻ ദൂരത്ത് നിന്നറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവയെ നിന്റെ ദയയുള്ളത് സ്ത്രീകളുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുകയുമല്ല.
നമുക്ക് നന്മ ചെയ്തിരിക്കുന്ന, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന, നാം വിളിച്ചപേക്ഷിക്കുന്ന ദിവസത്തിൽ നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ ആ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് ഞങ്ങൾ വീണ്ടും ഓർക്കുന്നു. ഞങ്ങൾ പലവിധ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കി, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി, ഞങ്ങളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കി, കർത്താവേ, ഒരു സ്നേഹിതൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിലുപരിയായി, ഒരു അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നതിലുപരിയായി, കർത്താവേ, മഹോന്നതമായ നിലകളിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതി ഞങ്ങളെ രക്ഷിച്ച് സഹായിച്ച ദൈവത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കണം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of God. And just like when Brother Shivu started the Sunday school, he mentioned that this is the last day of the month of May, and 5 months is already behind us. Time goes very fast, and God has enabled us, helped us, and He provided for all our needs, and we can once again come in the presence of God. This morning I am very delighted to introduce our guest. They have come from a long way, far away from UK, my brother and his family. My brother's official name is Samuel P. John, and he is known as Sam. And when he was younger, we called him Sankutti. But his name is Sam. That is how he's known in UK. In his church, they call him Sam. And so he is here with us, and his dear wife, Lovely, is with us. And his son, Justin, is with us. And then Sandra, Justin's wife, they all are here with us. Let us welcome them to the convention. Hallelujah. Praise God. We have been trying to bring him into this country long ago. I mean, when I came to this country, that was my first desire, to bring my family members into this country. I tried a lot. I brought my mother filed for him, and then what happened was that line increased by many years, and they waited in the line for 4 or 5 years, and then they were getting older. They wanted to have a family life, and they had to give up that desire. And then once again, our sister Lovely was trying to come here through her job. That also didn't work out. but it is God's day is today. You know, sometime when we plan so many things in our lives. Sometimes things don't work out the way it is. But God never forgets. Amen. And He brought him here today, and we are so happy that you are with us. And I asked him to speak today, and he is not a preacher by his profession, and he is not a preacher. And I remember this little story when he was young, very young. I don't know how old he was. He was about to die. And something happened to him. I only heard the stories. I was young and he was also young. And something happened to him, and he was vomiting so many different kind of stuff. And my mother tells the story, and he was about to die. And then my mother said, God, if you leave him alive, I will give him to your work. Amen. That is, so he's actually was dedicated for ministry when he was very young. I remember that. So he didn't go for ministry as a profession. I think I went instead of him. So God found someone from our family, and he was dedicated. But he very faithfully served in the church, and he do a lot of things. So when you listen to him, don't expect a message that is from a professional preacher, but he has something to say from his heart to the children of God in this church.
And let us continue to be in prayer when he speak. May the Lord use him. And we have a birthday today, and this birthday is very special, and I put a little note in our group this morning, and every birthday is special. I tell you, every birthday is special. Every day God gives us a special, but especially birthdays are more special when the doctor said you're going to live 6 months, and then you live 20 more years, and then another maybe 60 more years to come. And when God does something wonderful like that in the life of the children of God, that birthday is especially special. And I'm not putting down other birthdays, but birthdays are more important, especially when you see the hands of God working in your life. So today I have a few minutes, and I can open up some time for testimonies. I know Sister Bindu wanted to say something, I guess, and I'm only saying it. And we had a prayer meeting here last night. I couldn't come because of not last night, Friday night. We were a little bit extremely busy. We couldn't make it. And I think they spent the time in the Lord's presence, expecting to receive the power of the Holy Spirit. And I'm sure some of you wanted to say something about that. I know Sister Minnie, you wanted to say something. And anyone, and Lovely, you want to say something? Anybody wanted to say a few words in the presence of God? Don't take it too long, and that way we can keep everything under control. May God bless. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പാലക്കാട് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോടെ ദൈവത്തിന് നന്ദി പറയുന്നു. അതിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ കടന്നു വരാൻ ട്രൈ ചെയ്തു, എന്നാലും സാധിച്ചില്ല. നമ്മുടെ ആഗ്രഹങ്ങളല്ലോ അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ചുള്ളത്, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഞങ്ങൾ യുകെയിലായിരിക്കണമെന്നും ഞങ്ങൾ കുടുംബമായ ദൈവത്തിന് വേണ്ടി ആ രാജ്യത്ത് പ്രയോജനപ്പെടണമെന്നുള്ളതാണ്. ഇത്രത്തോളം ഞങ്ങൾ ദൈവകുടുംബമായി സഹായിച്ചു. ദൈവം കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി അല്ലാതെ ഒന്നുമില്ല, ദൈവം നടത്തിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തി ഇത്രത്തോളം കുടുംബമായ ദൈവത്തെ ആരാധിക്കാനും കുഞ്ഞുങ്ങളും ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ പ്രയോജനപ്പെടുത്താനും ദൈവത്തോളം സഹായിച്ചു. പ്രത്യേകം വിളിച്ചാനും അമ്മാവിനോടും ചേർന്ന് ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്തു. ഈ സഭയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ സഭ പിന്നെയും വളരുവാൻ അനേകാത്മാക്കളുടെ കടന്നു വന്ന് കർത്താവിനെ അറിയുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. തുടർന്നും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെയും വഹിക്കും. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുമക്കളുടെ മധ്യേ ജീവനുള്ള സാക്ഷിയായിട്ട് ഈ ദിവസം നിലകൊള്ളുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനാണ് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. ദേവദാസൻ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ്. 20 വർഷക്കാലം എന്ന് പറയും ഇവിടെ ഇരിക്കുന്ന കാലം പേർക്ക് അറിയാം. പാസ്റ്റർ സഹോദരൻ ഒഴികെ, കുടുംബം ഒഴികെ. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പേ ക്യാൻസർ രോഗത്താൽ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ക്യാൻസറിൽ ഡോക്ടേഴ്സ് വിധി പറഞ്ഞതാണ് 6 മാസമേ ജീവിക്കത്തുള്ളെന്ന്. വിത്ത് ഓൾ ദ ട്രീറ്റ്മെൻറ്റ് മാക്സിമം മേ ബി 5 years. അതും വിത്ത് കോഷൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം 20 വർഷക്കാലം ജീവിക്കാൻ ദൈവം ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നു മാത്രമേയുള്ള ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുന്നേറുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ കൃപ തരണേ. കുടുംബമായി നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വചനം വായിച്ചുകൊണ്ടിരിക്കുന്നു, 40-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെ അകന്നു. നിന്നോട് സദൃശ്യം ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. പറയാൻ ഒത്തിരിയുണ്ട്. ഈ വചനം എൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങളെ കുടുംബമായിട്ടൊത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുണ്ട്. ഈ അവസരത്തിൽ ദേവദാസൻ നന്ദി പറയുന്നു. Praise the Lord. I just want to give God the glory for what He did for us last week. Last Friday night from 10 p.m. to 6 a.m. in the morning. We had a total of around 13 people, including Ayush was here for a little while as well. The 13 of us were able to sit together in the living room and we were able to pray, talk, worship.
the main point was for us to seek the gifts of the Spirit. However, it didn't work out that way. We had to go back to, again, trying to live a holier life, a more sanctified life, and just a pleasing life unto the Lord. And one thing that I did realize from this is, even though no one was filled with the Holy Spirit, I believe that many of them started to have the desire to seek the Holy Spirit, the baptism of the Holy Ghost. And I at first I was kind of upset, but Justin reminded me, he's like, Chichi, it doesn't always happen the way that we plan. The desire was put in there. And one thing that I noticed with our youth is, I don't know what it is, but in this country maybe, I don't know, maybe in this generation, I just have a feeling the youth don't really know how to seek the Lord, or how to seek the baptism of the Holy Ghost, or how to really worship fully. I know we have people on stage all the time, we've got all these great English songs and everything, but there's something missing in this generation. And I'm praying that the Lord will start helping all the children to start being able to open up their heart. Because you can open up your heart for everything else, but for some reason they do not have that proper freedom when they're in the presence of God, and they need to learn that. And because I know that in Africa and India and the Middle East and China, I know that people get filled with the baptism of the Holy Ghost very quickly, because I guess their life style is in such a way that they're able to open up before the Lord more. But there's something different about this generation, and I'm praying that the Lord will start touching this generation all across the world, because without the baptism of the Holy Ghost, without the Holy Spirit working, I don't think any of them will survive, given the current culture. So please keep them in prayer. I want to thank every one of you that were praying for us. I know many of you texted me and told me that they woke up in the middle of the night praying, or early praying. So I believe that the Lord was putting that in you guys to pray for our meeting. I thank all of you that fasted. I especially want to thank, well, Ayush is not here, but I want to thank Ayush, because that was an impromptu, a surprise visit that happened at the last minute. And he stayed with us for a few hours, and he spoke a lot of words to encourage the children. And I wanted to especially thank Binsi. I want to thank Shiva Mama, and I also wanted to thank Mini Mama, because those three were also a surprise visit at the last minute. They stayed upstairs in Justin's room, and they prayed from the same time, from 10 p.m. to 6 a.m. without getting real rest or anything. They were praying for us while we were in the living room. So I want to thank God for that. I don't want to even imagine what it would have been like without all of your prayers and fasting, because this was something that the enemy had tried to stop. But I thank God for everything that he did. Please keep them all in prayer. Thank you. I'm sure my wife wanted to say a testimony, but I didn't say her name, and she always feel like I discriminate against her. You want to say a word? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം ആയുസ്സും ആരോഗ്യം തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരനും സഹോദരിയും Justin and Sandra, we're so delighted that you're here. We're so happy. God had a plan. As everybody said, God's plan is not our plan. ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ചു അമ്മച്ചി ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്നാൽ അതൊന്നും സാധ്യമായില്ല. അതിൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിലും അത്ഭുതകരമായ ശ്രേഷ്ഠകരമായ വഴികളെ ഒരുക്കി. ദൈവം UK പ്രദേശത്ത് അവരെയും അനുഗ്രഹത്തോടെ നടത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ 2 പ്രാവശ്യം കടന്നു പോകുവാൻ അവസരം ദൈവം ഒരുക്കി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജസ്റ്റിൻ്റെയും സാൻഡ്രയുടെയും വിവാഹമായിരുന്നു. ഞങ്ങൾക്ക് പോയി അതിലെല്ലാം സംബന്ധിക്കുവാനും സന്തോഷിക്കാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. എന്നാൽ അവർക്ക് അനേക വർഷങ്ങളായി ഇവിടെ കടന്നു വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടെ ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ആരാധന ദൈവനാമത്തിന് വേണ്ടിയായി തീരട്ടെ. അവർക്ക് ഒരു മകൾ കൂടിയുണ്ട്. ലീസ ഇസ് ദി ഓൾഡസ്റ്റ്. ഷീ is married and has a kid, but they couldn't come, but they are doing well there. So continue to pray for them. Praise God. And I'm very so happy that I saw Saji brother on the stage, is like our Wilson brother said. And that is also when my brother came into the room, I said,
Sanjay brother was almost dead 2 or 3 times because of COVID, and he is struggling with his breathing, and I didn't know that he fell. And so that is also a very wonderful testimony, that the hands of God is touching and healing. And we prayed these days that we wanted to see him completely healed, and we want the mighty hands of God to come upon him and touch him and heal him completely. All things are possible when we believe in the name of the Lord. I know Sanjay brother posted a prayer request in our group. Brother, I think if I'm saying his name correctly, Sankey Peter, Jamie Peter's son, I believe, is going through a very severe time. So I'm just going to take a minute here. I'm going to pray for Sanjay brother and also Brother Sankey, and immediately following my prayer, and our English praise and worship team will come here. And in addition to our regular praise and worship team, our Sandra and Justin is going to help them to lead the worship, and may that worship be a blessing to all of us. Then we have Sister Worsha is going to give us a youth message, and then we'll have the offering song, and then Brother Wilson will pray for the offering, and then my brother Samuel P. John is going to bring God's word to us. Hallelujah. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ പകൽക്കാലം നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് തൊട്ടിട്ടുള്ള വ്യക്തികളെല്ലാം സൗഖ്യമായത് ഞങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രിയ സജി ബ്രദറിന് വേണ്ടി ഒരു പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ മേൽ കർത്താവിന്റെ അത്ഭുത രോഗസൗഖ്യം കടന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം അയച്ച് അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം സ്പർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ നിന്റെ മകനെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ. താൻ അനുഭവിക്കുന്ന ശാരീരികമായ ക്ലേശങ്ങളൊക്കെ പൂർണ്ണമായി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം സ്പർശിച്ച് ഓ ഹല്ലേലൂയ, അത്ഭുതകരമായ രോഗസൗഖ്യം എന്റെ മകന്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സൗഖ്യമില്ലാതെ ഇരിക്കുന്ന സാങ്കി ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും ഞങ്ങൾ അറിയുന്നില്ല, എങ്ങനെയുള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ കരം സ്പർശിച്ച് ഒരു അത്ഭുതകരമായ വിടുതൽ നിന്റെ മകന്റെ മേൽ അയക്കണമേ. കർത്താവേ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മെനിസിസ്റ്ററിനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിന്റെ കരസ്പർശനം ഏറ്റ് രോഗം പൂർണ്ണമായി സൗഖ്യമായ ആ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ നിന്റെ മകളെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഈ പുതിയ വർഷം നിന്റെ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. അനേകരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. അനേകരുടെ സന്നിധിയിൽ രോഗത്തിന് യേശുവിന്റെ പക്കൽ പൂർണ്ണമായ സൗഖ്യമുണ്ട് എന്ന് സാക്ഷിക്കുവാൻ നിന്റെ മകളെ കർത്താവ് വീണ്ടും ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. തുടർന്നുള്ളത് ഞങ്ങളുടെ ഇംഗ്ലീഷ് വർഷിപ്പിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. യൂത്ത് മെസ്സേജിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ കൂടി കർത്താവിന്റെ ദാസൻ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.
different parts of the world, I believe that we are part of one body that is in Jesus Christ. Amen. And I want to just let you know, the sister who shared that you are praying for this generation, I want to encourage you to keep praying, to keep believing. There is a quiet revival that is happening in England right now, something we've been praying for years and years. Those who are before us as well, our parents' generation, they've been praying, and we have seen the lives of our friends in our generation radically changed by the power of Jesus Christ, who are now boldly preaching Jesus Christ and the message of salvation in the streets, who are worshipping boldly without fear. So I believe that this church will become a lighthouse, not just in Forney, but in this entire nation for this generation. So we're just going to worship. I just wanted to share quickly. I know that we all know this. Psalm 34, it says, I will bless the Lord at all times. His praise shall continually be on my lips. Amen. And I was just reading this morning, and David was singing this song from the cave. He was feeling alone, afraid. He was a fugitive. He was hiding from Saul, but he says, I will bless the Lord at all times. No matter what my circumstances look like, no matter what my surroundings look like, no matter who is in favor of me, who is not, I will bless the Lord. And you read on and it says, those who look to him, they are radiant. Their faces will never, ever be ashamed. Amen. I don't know how many of you are in a situation right now where you might be feeling, God, I don't know what tomorrow looks like. I don't know a way out of this situation, but I'm going to bless your name. Hallelujah. And I want to tell you that he will never let you be put to shame. Your face will be radiant. So fix your eyes on Jesus. Hallelujah. And maybe some of you, we were hearing the testimonies. Maybe some of you are on the other side of that right now. And you can testify, the Lord, he did not let me be put to shame. Hallelujah. I believed in him. I trusted in him. I chose to bless his name, no matter what my circumstances look like. And he has honored me. Hallelujah. He is a faithful God. Amen. Let's worship together. Hallelujah. We sing the praise, my Jesus. Amen. Jesus, my Savior, Lord, there is none like you. All of my days, I want to praise the wonders of this. Jesus, my comfort, my shelter.
joy. I sing for joy at the work of your hands. Yes, I do. I love you forever. I stand. Yes, nothing compares to the promise I have. Nothing compares to the promise I have. Sing, nothing compares to the promise I have in you. Nothing compares to you, Jesus. Church, lift up a shout of praise to Jesus. He is worthy. No one compares. Jesus, you are worthy. No matter what is around me, no matter what my circumstances are, you are worthy, worthy, worthy. You are holy, God. Hallelujah. Sing it out. It's our God. Sing with me, how great is our God. Oh, sing how great, how great, how great is our God. Sing how great, sing how great is our God. Sing with me how, sing our church, is our God. And all will see how great, so will see how great. Yes, He is. We serve a great God. How great is our God. Oh, sing with me how great is our God. And you'll see how great is our God. We sing name above names. You're the name above all names, Jesus. You are worthy of our praise. I will sing, and my heart will sing. How great is our God. Sing name above all names, Jesus, Jesus. You're the name above all names. Yes, you are. You are worthy of all praise. Sing, and my heart will sing. Hallelujah. Yes, He's the name above every other name. Jesus. And you're the name above. Church, sing it out. He's the name above every other name. Worthy of our praise. We'll sing. My heart will sing. How great is our God. Is our God. Sing with me, how great is our God. Oh, sing how great is our God. Come on, can we lift up a shout of praise unto the King? How great is our God? He is great and greatly to be praised. Amen. There is no other name that is higher than the name of Jesus. Hallelujah. And if you believe in this morning, hallelujah, I believe that we can speak the name of Jesus over our families, over this church, over this nation. And we will begin to see a shift. Hallelujah. And a shift.
Jesus, God has brought us near. We who were once far off have been brought near by the blood of Jesus Christ. Amen. Thank you that we were once enemies of God, but you have adopted us into your family, God. That you have made us sons and daughters of the King. Hallelujah. Thank you that we have a seat at your table, God. Not because of anything that we've done, God, but everything is because of you. Hallelujah. Thank you, Jesus. God, we give you all the glory, all the honor, all the praise, God. Be unto your name alone. Hallelujah. To your name alone, Jesus. May your name be the highest name, God, in this city, Lord, in this country, God. Hallelujah. May your name be exalted. Thank you, Jesus. I surrender this service, God, all of us, God, in this room, into your hands. Thank you that your presence is in this place, amen. Where 2 or 3 are gathered in your name, God, we believe you are here. Hallelujah. Thank you, Jesus. In Christ Jesus' name I pray. Amen. Hallelujah. Thank you, Lord. Praise the name of Jesus. Hallelujah. Praise the Lord. Praise the Lord. A little bit more louder. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. I'm so excited to be here today. If you ask me if I prepared for the message, I don't know, I'm not sure, but I'm very excited. I'm very excited. I definitely think there's a presence of God in this room. I felt it moving, and I'm so excited for that. Today, I was thinking what to preach. I mean, I got a little bit of time. It will be very short, I'll tell you, Pastor, but very short. I wanted to talk, I didn't know what I wanted to talk about, so I just asked God, what do you want me to say? And give it one moment. I was just waiting for my iPad to turn on. And when I was praying, the first thing came into my head was parables. And I was like, parables, which one do you want me to preach? So I had to sit in prayer, and I got it last night at 12 o'clock, so it was very last minute. But before I start this, I want to start with a prayer. So let's all bow our head and close our eyes for a prayer. Heavenly Father, thank you for bringing us together tonight, today morning. We invite your presence into this place. God, we don't want anything of this world. We want you. We want your presence today, God. We want your light in this house today, God. We want you, your presence, God, in this house, God. God, we ask you, God. We pray, God. We pray for your presence in this room, God. Everything I ask in thy name. Amen. Amen. Okay, so I chose the parable of the lamb under a basket. So, do you know about this particular parable? It's in Matthew chapter 5, verse 14. It says, You are the light of the world. A town built on hill cannot be hidden. Neither do people light a lamp, put it under a bowl. Instead, they put it on the stand, and it gives the light to everyone in the house. In the same way, let your light shine before others, and they may see your good deeds and glorify your Father in heaven. So in this chapter, it said, Jesus said that no one lights a lamp and hide it under a basket or under a bed. Instead, the lamp is placed on a stand so that everyone can see the light. Well, think about the time like when we use the candle, especially in India, we have a lot of electricity problems. Yes. So when we have that, we don't take the candle and put it under a bed or put it under like in your kitchen and we all sit in the front room. No, we put it in a place where that everybody sees. That's how our Christian life should be. We are the light that God gave us, right? So if God puts you in a place that and give you that light, it is our duty to shine. We are not going to sit home and, oh, God gave me this, but I'm a little tired to show that in the world. Especially when we have like the worship team, like God gave you the talent to sing. You're not going to sit there. You cannot be a bathroom singer. Just be in your bathroom and sing and not glorify God. You have to get on the stage. And sometimes it won't happen. I'll tell you, like for the longest time, I knew I could sing, but I just never got the chance. So I was like, you know what, maybe I'm not a great singer, and God wants me to just stay home and sing and just enjoy that.
But when it was right time, God put me in a place where I can worship, where I can, bring glory to God's name, right? So, first thing I want to say is like, don't hide the light. A lamp is meant to shine. A lamp is meant to shine. We are lamp. We are meant to shine. Jesus did not save us, and he did not save us or transformed us to just stay in home. Like a lot of us, including my generation, I can tell about my generation because we struggle with a lot of things, especially I want to talk to, I really want to bring this out. I was so happy about Friday, even though it was not what we expected. I know they have a desire now. They have a desire to be filled with the Spirit of God. So when God transformed you from something, we have to get out and glorify His word. So there are times that we all been to. Sometimes we don't even know how to say it, but most of the time people been through depression. If you're sick, if you're by yourself, if you don't have friends, you get depressed, you get sad, anxiety, and all those sort of stuff. But if God transformed you from that, it is our duty to bring that out to the people. There are a lot of people who doesn't know about God. It is really sad to put it out there. I know a lot of people who knows God, but do they really know God? Do they really know what God is going to do to their life if they understand Him more? We are just walking by. We are very privileged to know, like I always say, like I was born and raised in a Christian family. Because of that, I know God. I probably found God at the age of 16 when I got a little bit older, but I knew a God. I know a God. So it is our time. So what do we do? Like we probably don't have to do I know I saw many of you doing the ministry going out, like that's such a great thing. But if we can pray for our friend, that's you shining. That's you're shining for the kingdom of God. If you can sit in your room and pray for your best friend, that's you shining. If you can go out and help somebody, that's you shining. It doesn't have to be a big financial help. If you can, that's great. But if it is not, if you just call them and say that you're praying for them, that's you doing the work, and that's the calling that you have. So sometimes people don't do it, including myself. I didn't do this for the longest time because I felt I will look different from other people, and I didn't want to do that. I felt like people are going to reject me because I just wanted to live the worldly way, right? So I thought, like, if I do this, if I pray, people are going to think I'm a little weird kid. So maybe just not be friends with her. But now I can see that what makes me different is that I have that light in me, the light that God gave me. That all of us has it. All of us has it, that we just need to shine. Like, that's the seed that God gave us, right? So these are the hidden light cannot help anyone. We have to bring it out. The world today is filled with darkness. That's what I'm saying. Like, a lot of things that's happening around our community. Like, let's just take Forney. Like, Forney is not the same 5 years ago. It's different. Yeah. So there are a lot of crimes that's happening, a lot of kids that's struggling. Even in our churches, we struggle with a lot of things. That's why I was really excited to come for that meeting, because kids were opening up, and they're telling what they are struggling with. They are seeking for God. You cannot sit home and just expect God to give you things. You have to seek it. Seek and you shall receive. So we have to be very excited to get that. I don't know how the 16-year-olds or younger kids get excited. But whenever I was that age, I was not really excited to get Jesus. I was excited to get other things. But we need to get that excitement. That church can help you with that. People are that's why you have to be closer with people, who leads you through this, who leads people who are praying for you. You have to be really wise about choosing your friends. People can lead you to get that light in you. So some of the things I wanted to show, ask today is are we hiding our light? Let's put that hide as a faith. Are we hiding our faith? I know I have it, but am I hiding it because I don't want to be looking different? I'm not hiding my light because I don't want to be, rejected out in a group of people. When I am alone, am I hiding this light? I can pray all I want when I'm home, but can I pray when I go out for, when there's a sick person, I would have that, feeling like I should pray for them, but I'm so scared, what if I say the wrong things? Don't. If you have the light in you, you can pray for the people. Just prepare yourself for that.
I just want to bring that. And this generation does not we don't need no hidden Christians anymore. We don't need that Christians. We need to be out there proclaiming the word, God's word, and we need to work for the kingdom of God. There are times that we just hide in the room. We don't want to do certain things because we are scared. But we are called. We are called, blessed, and chosen. What does chosen people do? What does called people do? They work for the kingdom of God. It is about time, people. It is about time. We need to work for this. And that's why it's I was so excited to see these kids who just spend the whole night in that presence seeking for God's word, I know they were tired, I was tired, but God gave that special, I felt the presence. But again, it probably didn't turn out the way we wanted, but today, sometimes it's not our plan. It's definitely God's plan. Maybe it's not our timing, but it's God's timing. But I know definitely for sure there's a seed in them and it will grow. Amen. That's all. Thank you. Thank you for the powerful message and very thoughtful. Let us take the offering at this time. Hallelujah. Praise the Lord. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാൽ പ്രേം ഭാവമായി ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാൽ പ്രേം ഭാവമായി ജീവനാൽ എന്നെയും വീണ്ടെടുത്തു.
സമയം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ ആക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. നല്ല ബൈബിൾ നമുക്ക് രാവിലെ കർത്താവ് തന്നു. അത് ചെയ്യുവാനായിട്ട്, അതിൽ നിന്ന് പഠിപ്പിക്കുവാനായിട്ടൊക്കെയും കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തന്നെ മകനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. അത് പാടുവാൻ നമുക്ക് ആരോഗ്യവും ബലവും, നാവുകളെ ചലിപ്പിക്കുവാൻ നമുക്ക് ബലം തന്നു. കണ്ണുകൾ കാണുവാൻ നമുക്ക് കൃപ തന്നു. ഇതൊന്നും നമ്മൾ ചോദിച്ചതല്ല ദൈവമക്കളെ, ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ ചോദിച്ചത് മാത്രമല്ല കർത്താവ് നമുക്ക് തരുന്നത്, നനയ്ക്കാത്തത് പോലും ദൈവത്തിൽ നൽകി തന്ന നമ്മെ നടത്തുന്ന വലിയ ദൈവം. സ്തോത്രം. ആമേൻ. ഇംഗ്ലീഷ് വർഷിപ്പ് ലീഡ് ചെയ്യുവാനും ആമേൻ പാടുവാനും ഒക്കെയും തൻ്റെ കുഞ്ഞുങ്ങളെ നീ സഹായിച്ചല്ലോ. നമ്മുടെ മക്കളെ നീ വീണ്ടും ശക്തമായി ഉപയോഗിക്കുവാനും ഇൻസ്ട്രുമെന്റ് വായിക്കുവാൻ എൻ്റെ മക്കളെ നീ ബലപ്പെടുത്തിയല്ലോ. ആമേൻ. പ്രാർത്ഥിപ്പാൻ എൻ്റെ മക്കളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. എല്ലാ മാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ അങ്ങ് മാത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ വീണ്ടും അങ്ങയുടെ സന്നിധി ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് അപ്പാ അങ്ങയോടുള്ള ധൈര്യമാണല്ലോ. ഞങ്ങളുടെ തലകളെ വണക്കി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. ഈ ഉയർത്തിൻ പ്രഭാതം, ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം ജീവനുള്ള ദേശത്ത് ജീവനോടെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ പാപം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാറ്റിനും മതിയായ ദൈവത്തിന്റെ സന്നിധി മാത്രമാണല്ലോ. കർത്താവെ സ്തുതിക്കുന്നു നാഥ. അപ്പാ അല്ലെങ്കിൽ ഇന്ന് കൂടപ്പെട്ട എല്ലാം നിന്റെ കുഞ്ഞുങ്ങളെ നീ ഇവിടെ സഹായിക്കണം. ഏത് വിഷയത്തിന്റെ അവരായിരിക്കുന്നു ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഉൾപ്പുകളെയും നിലവുകളെയും ആരാഞ്ഞറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുള്ളതോർത്ത് ആ ദൈവകരങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ മനുഷ്യരോട് പറഞ്ഞ് അവർ കണ്ടും കാണാതെയും പോകും. എന്നാൽ ദൈവത്തിന്റെ സന്നിധി നീ കണ്ണുനീരൊഴുക്കിയാൽ കർത്താവിന്റെ വചനം പറയുന്നത് അത് എന്റെ തുരുത്തിയിൽ മാത്രമല്ല, എന്റെ പുസ്തകത്തിൽ ഞാൻ എന്റെ കണ്ണുനീർ എഴുതി വെച്ചിരിക്കുകയാണ്. നീ കരഞ്ഞാല് ആമേൻ ഹല്ലേലൂയ, ദൈവം അത് കേൾക്കുന്ന ദൈവമാണ്, അത് കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഭവനത്തെ നിന്റെ കരങ്ങളിൽ തരികയാണ്. പ്രത്യേകിച്ച് സൈബ്രദറിനെ നിന്റെ കരങ്ങളിൽ തരികയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി തന്റെ മകനെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വചനം ഇങ്ങനെ പറയുന്നു, രോഗവുമുണ്ട് രോഗബന്ധനവുമുണ്ട്. രോഗം ഒരുപക്ഷെ ലോക ഡോക്ടർമാർ ചികിത്സിച്ചാൽ മാറുമായിരിക്കും, എങ്കിൽ രോഗബന്ധനം ആമീൻ അതൊരു കെട്ടാണ്. അത് അല്ലെങ്കിൽ അഭിഷേകമുള്ള ദൈവജനം പ്രാർത്ഥിച്ചാൽ ആ കെട്ടുകൾ അഴിഞ്ഞു മാറുമെന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന കർത്താവേ, തന്റെ മകനെ അലട്ടുന്നതായിട്ടുള്ള എല്ലാ രോഗബന്ധനത്തെയും നസ്തനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിന്മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വരും ദിവസങ്ങളിൽ കർത്താവേ, എന്റെ ദൈവം എന്നെ വിടുവിച്ചു അനേകരുടെ മുമ്പിൽ തന്റെ മകൻ സാക്ഷ്യം പറയത്തക്കവണ്ണം തന്റെ മകനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവേ ആമേൻ സിസ്റ്റർ ബിന്ദുവും മകനോടും ആമേൻ കുഞ്ഞുങ്ങളും നടത്തിയ ടാരി മീറ്റിംഗിനെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തില് നിന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഒരു സൈന്യമായി നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരേത് വിഷയത്തിന്മേല് ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ അതിന്മേൽ കർത്താവിന്റെ കര നിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോവേൽ പ്രവചനത്തിൽ കൂടി കർത്താവിന്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആമേൻ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. അങ്ങനെയെങ്കിൽ കർത്താവേ, ഈ നദിമ ജീസസ് എന്ന ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ആരംഭിച്ച ഈ പ്രവർത്തനത്തില് ഹല്ലേലൂയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ നിറയണം. ആമേൻ. യെഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ, ഡ്രൈ ബോൺസ് ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യെഹെസ്കേൽ പറയുകയാണ്, കർത്താവേ നീ അറിയുന്നു. കർത്താവ് പറയുന്നു, നീ പ്രവചിക്കുക. ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കും. അവൻ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ഉണങ്ങിയ അസ്ഥി ജീവിച്ചതുപോലെ നിന്റെ കുഞ്ഞുങ്ങളിൽ കൂടി ആമേൻ അസാധാരണമായ ചില പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളെ രക്തത്താലും വചനത്താലും നാമത്താലും മുദ്രയിട്ടുകൊണ്ട്
പ്രിയാച്ചാനെ നിന്റെ കരങ്ങളിൽ തരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം മേലാലും നിന്റെ മകനെയും നടത്തിക്കൊള്ളുമാറാകട്ടെ. ചുമക്കാവുന്ന വാക്കുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം പറഞ്ഞത് എന്റെ മക്കളെയും നടത്തണം. ഈ ചർച്ചിനെ നിന്റെ കാര്യങ്ങളിൽ തരുന്നു. അപ്പാ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പ്രിയ പാസ്റ്റർ കർത്താവേ, പാസ്റ്ററേ, അവൻ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടണത്തിൽ വന്ന് ഇങ്ങനൊരു സമയാരത്തിൽ പാർത്തക്കവണ്ണം തന്റെ മകനെ കൊടുത്ത് വെളിപ്പാടുന്ന ദർശനത്തിനുമായി സ്തോത്രം. നീ മാനിക്കും ഞങ്ങളെ, നീ ഞങ്ങളെ മാനിക്കും. അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. അതിലെ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ വഴികളും ദൈവം ഞങ്ങൾക്ക് തോന്നി പ്രാർത്ഥിക്കുന്നു. ഗസ്റ്റായി ഞങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വചനം പറഞ്ഞ ദൈവദാസൻ നിന്റെ കാര്യങ്ങൾ തരികയാണ്. അല്ലെങ്കിൽ മാനുഷിക ശബ്ദമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് കാലം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ കൊട്ട വിട്ടൊഴിയുന്നവരായി തീരുവാൻ ദൈവമടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കർത്താവിന്റെ കാര്യങ്ങൾ നീട്ടിയ എല്ലാ നിന്റെ മക്കളെയും അമർത്തി കുലുക്കി കവിയുന്നതിനെ കൊടുത്ത് ദൈവം മാനിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മുറ്റുമായി നിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. അല്പസമയം കൂടെ സന്നിധിക്കട്ടെ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരണം. പ്രാർത്ഥനയും യാതൊരു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഈ ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന സീനിയർ ശുശ്രൂഷകനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ഡോക്ടർ നെൽസൺ ബി ജോൺ, ആനിമാമ, വിവിധ നിലകളിൽ ഈ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ, കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഒരു പ്രസംഗത്തിനൊന്നും അല്ല ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. ഞാൻ ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രസംഗം വേണ്ടെന്ന് വെച്ച ആളാണ്, പ്രസംഗിക്കേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഞാൻ മുമ്പായിരുന്ന ഒരു ചർച്ചിൽ, UK കേട്ടോ, ആ ചർച്ചിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന് പ്രസംഗിക്കാൻ വലിയ താല്പര്യമാണ്. അപ്പം പാസ്റ്റർ ഇടയ്ക്ക് കോട്ടയം മീറ്റിങ്ങിനൊക്കെ ടൈം കൊടുക്കും. അച്ഛൻ അതിൽ തൃപ്തനായില്ല, അത് പോരാ വിളിക്കാൻ. ഇതിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന് ഈ സമയം ഇങ്ങനെ കിട്ടാത്തത് കൊണ്ട് ആഗ്രഹിക്കുന്നില്ല, കൊടുക്കുന്നുണ്ട്, കണക്കിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഈ പ്രസംഗിക്കാൻ സമയം കൊണ്ട് കിട്ടാത്തതുകൊണ്ട് അച്ഛൻ എന്ത് കൊടുക്കും, ഈ പാസ്റ്റർക്ക് ഇതൊരു സില്ലി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പാസ്റ്ററുടെ സ്വസ്ഥതയും കൊടുത്തു. മര്യാദയ്ക്ക് ശുശ്രൂഷിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീർക്കുമല്ലോ, എൻ്റെ ജോലി ഈ പ്രശ്നം. അപ്പോൾ ഞാനിത് ഇപ്പം നിങ്ങൾ കാര്യം ഒരു പ്രശ്നമായിരിക്കും, ഒന്നല്ല, വന്നു കഴിഞ്ഞാൽ അടുത്തത് വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇതിന് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, പ്രസംഗിക്കേണ്ട. കാരണം പ്രസംഗം തലയ്ക്ക് പിടിക്കും. നമ്മൾ ഈ ചർച്ചിനും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ഒരു തലവേദനയും മാറില്ലെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ പ്രസംഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രസംഗിച്ച് ഈ ശല്യം ഉണ്ടാക്കുന്നതിൽ എങ്ങനെയും അക്കരെ എത്തിപ്പറ്റാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചില്ല. പിന്നെ പ്രസംഗിക്കാൻ പലരും ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ സ്നേഹപൂർവ്വം അതൊക്കെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം അച്ഛനെ നമുക്ക് അങ്ങ് തള്ളിവിടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ 1-2 കാര്യങ്ങളോട് പറയാം. നമ്മുടെ പ്രവൃത്തികളോ സംസാരങ്ങളോ ഒരാളെ ഡിസ്കറേജ് ചെയ്യുന്നതാകരുത്. അപ്പം നമുക്ക് ബിൽഡപ്പ് ചെയ്യും, നമ്മുടെ സംസാരങ്ങളെല്ലാം നമ്മുടെ പ്രവൃത്തികളൊക്കെ ഒരാളെ ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. പിന്നെ നമ്മൾ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ഒന്നും ഒരു തലവേദനയാകരുത്. തലവേദനയായ പലരെയും എനിക്കറിയാം. അവർ പോകുന്ന സ്ട്രഗിളും എനിക്കറിയാം, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രഗിളും എനിക്കറിയാം. അപ്പം എൻ്റെ ജ്യേഷ്ഠന് ഇവിടുത്തെ ശുശ്രൂഷനായോടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ളൊരു വകുപ്പ് ഞാൻ പറയുന്നതിനകത്തുണ്ട്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിവിടെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചർച്ച എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്നും ഒരു ആവശ്യം ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും സാധാരണ മലയാളികളെന്നൊരു രീതിയിൽ
അങ്ങനെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം നിങ്ങൾ അത് ആ വിഷയം അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇത് നിങ്ങളിപ്പം പുതിയ ആൾക്കാർ പുതിയ ചർച്ചുമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. സഭ വളരും. സഭ വളരുന്നുടനെ ഇതിനകത്തിൽ പല വിധത്തിലുള്ള ആൾക്കാർ കടന്നു വരും. അപ്പം നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട ഒരു വിഷയം, ഇതിനകത്ത് തലവേദന ഉണ്ടാക്കുന്ന ഒരു വ്യക്തി പോലും കടന്നു വരിക. 2 പേര് മെമ്പർ കുറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നമില്ല. സഭ മര്യാദയ്ക്ക് തുടങ്ങി തലവേദന ഉണ്ടാക്കുന്ന ആരും ഇതിനകത്ത് വരരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇപ്പോൾ ഞങ്ങൾ അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരാൻ വേണ്ടി ഫയൽ ചെയ്തും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ആണ്. പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. പല രീതിയിലും വരാനൊക്കെ ഞങ്ങൾ അന്ന് ട്രൈ ചെയ്തു, അതൊന്നും വർക്കൗട്ടായില്ല. എന്നാൽ ഈ സമയത്ത് ദൈവം ഇവിടെ വരാൻ ദൈവം ഞങ്ങൾക്ക് ഇട പറഞ്ഞു. 2017 ഇങ്ങോട്ട് വരണമെന്നെല്ലാം എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ ഓരോ സമയത്ത് ഓരോ റീസൺ വന്നിങ്ങനെ മാറി മാറി വന്നാൽ ഇപ്പം എല്ലാം ദൈവം അതിൻ്റെ സമയത്ത് ദൈവം എല്ലാം ഒരുക്കി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം ഞാനും അച്ഛനുമാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളൊരു സഹോദരങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഒരു അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങളുടെ പോക്ക്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാനൊക്കെ അവസരം ദൈവം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ എന്തോ സംസാരിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഇവിടെ പറയുക. കാരണം എനിക്കിപ്പം എൻ്റെ പ്രസംഗം നല്ലതായിട്ട് എനിക്ക് വേറൊരു ചർച്ചയിൽ എനിക്ക് പോയി പ്രസംഗിക്കാനായിട്ട് അങ്ങനെയൊന്നുമുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വരണം. അപ്പോൾ എൻ്റെ ഒരു അപ്ലിഫ്റ്റിംഗ് ഒന്നും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു തന്നു, കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി അത് ആ ഒരു വിഷയം പ്രസംഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ആദ്യം ഞങ്ങൾ കുറച്ച് വൈകിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഈ വിഷയം അതിനകത്ത് കടന്നു വന്നു. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് ചെറിയൊരു ഡിസ്കഷൻ ഞങ്ങൾ അതിനകത്ത്. അപ്പം ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഇതായിരിക്കും എൻ്റെ റൈറ്റ് മെസ്സേജ്. അപ്പം നമ്മൾ ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഉത്തേജനം ഈ തരുന്നൊരു വിഷയമായിരിക്കില്ല. കാരണം സാധാരണ വിശ്വാസികൾക്കൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി ഒക്കെ പറയാതെ, അപ്പം പഴയ സൈക്കിളുമായിട്ട് വരും, പുതിയ ഇന്നോവയുമായി പോകും എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ സന്തോഷമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡെലിവറൻസ്, വിടുതൽ, ഇപ്പോൾ വിടുതലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ചാട്ടമൊക്കെ വരും. പക്ഷേ വിടുതൽ സംഭവിക്കണമെങ്കിൽ ആരും പറഞ്ഞുകൊണ്ട് വിടുതലൊന്നും സംഭവിക്കത്തില്ല. വിടുതൽ ഇതിനകത്താണ്, ഇതനുസരിച്ച് ജീവിച്ച വിടുതൽ. അതല്ലെങ്കിൽ വിടുതലൊന്നും സംഭവിക്കത്തില്ല. അത് ഞാൻ പറയാം, നമുക്ക് ഇപ്പം നമ്മൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരിക്കുക, അതിന് നമുക്ക് ഇൻട്രസ്റ്റ് വരും. അതിപ്പോൾ ഒരാൾ പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നത്, അത് ഡെഫിനറ്റ്ലി അത് വരും. അപ്പം ഒരാൾ ഒരു പൈസയും ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ല ഒരാളോട് പറയാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനും പോകുന്നില്ല അത്. കാരണം പുള്ളിക്കൊന്നും ഇല്ല അതിനകത്ത് ഇത്. അപ്പം നമ്മൾ ഇതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിടുതലിൻ്റെ കാതലായിട്ടുള്ള വിഷയം. അപ്പം നമ്മൾ വിടുതലിന് വേണ്ടി പ്രത്യേകിച്ച് എങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതനുസരിച്ച് ജീവിച്ചാൽ മതി. ഇനി ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഈ നമ്മുടെ ഈ ഗവൺമെൻറ് കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൈക്കൂലി കൊടുത്ത് അപ്പോൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇതെല്ലാം സാധിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണല്ലോ എന്തെങ്കിലും ആണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ഈ പാസ്റ്റർക്ക് ഇച്ചിരി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ്റ്റർ ഇതെല്ലാം ശരിയാക്കി ഒന്നും നടക്കത്തില്ല. പാസ്റ്റർക്ക് വിടുതലാകും, കാരണം പുള്ളിയുടെ ഫൈനാൻഷ്യൽ വിടുതൽ നടക്കുന്നതല്ലാതെ നമ്മുടെ വിഷയത്തിലൊന്നും വിടുതൽ നടക്കത്തില്ല. പിന്നെ വിടുതൽ പറഞ്ഞു അപ്പം ഒരു സംശയം തോന്നിക്കുമ്പോൾ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാൽ വിടുതലില്ലേ? അതിനുള്ള വിടുതലിലുള്ള വിഷയങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു 2 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ഞാൻ ഇപ്പം അത് ഒരാൾക്ക് പാട്ടത്തിന് കൊടുക്കും 2 വർഷത്തേക്ക്.
എഗ്രിമെൻ്റ് എഴുതി പൈസയും മേടിച്ചു വെച്ചു. അപ്പം ഞാൻ പിറ്റേന്ന് ഞാൻ പറയാം, അയ്യോ അപ്പോൾ അയാൾ വന്ന് റബ്ബർ വെട്ടി പാലെടുത്തുകൊണ്ട് പോകും. ഞാൻ പറയാം, ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് ഇയാൾ എൻ്റെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി പിന്നെ എൻ്റെ മുതലെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവർ നോക്കും. ഇപ്പോൾ ഈ പുള്ളി എടുത്ത് ഇതെല്ലാം എടുത്ത് എഗ്രിമെൻ്റ് ഒക്കെ എടുത്ത് കാണിക്കും. ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അനാവശ്യമായിട്ട് ഒരാൾ നമ്മുടെ പ്രോപ്പർട്ടി കയറി നമ്മുടെ മോഷണം നടത്തിയാൽ നമുക്ക് അതിൽ ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അവർ പറഞ്ഞ് അവനെ അടിച്ചോടിപ്പില്ലേ. വിശ്വാസികളുടെ ജീവിതത്തിലും ഈ ഒരു വിഷയത്തിലുള്ള വിടുതൽ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് വരുത്തി വെച്ച കാര്യങ്ങൾക്ക് പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാലോ ഒന്നും പ്രത്യേകിച്ച് വിടുതൽ വരത്തില്ല. നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണം. ഈ എഗ്രിമെൻ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് അവൻ്റെ വല്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ വിടുതലാകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലർക്കും ഇതിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച് ഈ വിഷയത്തിലുണ്ടാണ്. ഞാനിപ്പം ഈ പറയുന്ന കാര്യം പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ട കാര്യമല്ല. ഇതെല്ലാം നമ്മളെപ്പോഴും കേൾക്കും. നമ്മളതിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തിന് വേണ്ടി പ്രിപ്പയർ ആവാനാണ്. നമ്മൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യം ചിലപ്പം മറന്നുപോകും. ഇല്ല, ഈ ഡിമെൻഷ്യ ബാധിച്ചൊക്കെ ആൾക്കാരില്ല. ചില അവർ തുടക്കത്തിലൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞ പ്രശ്നമാണ്. ഈ ഒരു തുടക്കകാലത്തൊക്കെ ചിലപ്പം അവരൊരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു പരിചയമെന്നുണ്ടെ അവിടെ ചെല്ലുന്ന ഞാൻ എന്തിനാ ഇവിടെ വന്നത് അല്ലേ, അങ്ങനെ ഒരു ഓർമ്മക്കുറവ് വരും. അപ്പം അങ്ങനെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിശാച് അതിന് വളരെ ശ്രദ്ധിക്കും നമ്മുടെ ലക്ഷ്യം തെറ്റിച്ച് കളയാണ്. കാരണം ആരും നിത്യതയിലെത്താതെ അവൻ്റെ കൂടെ കൂടണമെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മളതിനെ ഈ ദിവസം പ്രതി നമ്മൾ ഈ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. അപ്പോൾ ഈ നമ്മളിങ്ങനെ അത് ഞാൻ പറഞ്ഞത് പുതിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് ഈ വിഷയത്തെപ്പറ്റി നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം യേശു ക്രിസ്തു വരുമെന്നുള്ളതാണ് ബൈബിളിലെ ഏറ്റവും മഹത്തായ വാഗ്ദത്തങ്ങളിൽ ഒന്ന്. ക്രിസ്തുവിൻ്റെ വരവ് ലോകത്തിന് ആദ്യത്തെ വരവ് ലോകത്തിൻ്റെ രക്ഷയും കൃപയും പ്രത്യാശയും കൊണ്ടുവന്നു. രണ്ടാമത്തെ വരവ് മഹത്വവും നീതിയും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയും കൊണ്ടുവരും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ നിരന്തരം ചോദിക്കേണ്ട ചോദ്യം, ഇന്ന് കർത്താവ് വന്നാൽ നമ്മൾ പോകാൻ ഒരുക്കമാണോ? അതല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ ഏത് ഭാഗമാണോ നമുക്ക് കുറവുള്ളത് ആ ഭാഗം നമ്മൾ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പ്രവചനമൊന്നുമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എന്നാൽ പലരും ഈ വിഷയത്തെ സത്യത്തെ അവഗണിക്കുന്നവരുണ്ട്. ചിലർക്ക് ഭയമാണ്, ചിലർ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്, ചിലർ അടയാളങ്ങളുടെയും തീരുകളുടെയും പിന്നാലെ പോകുന്നു, ചിലർ ക്രിസ്തു ഒരിക്കലും വരില്ലെന്ന് പോലെ ജീവിക്കുന്നു. അപ്പം നമ്മൾ തിരുവചനം നമ്മളെ വിളിക്കുന്നത് നമുക്ക് ഭയമൊന്നും വേണ്ട, അനാവശ്യമായ കാൽക്കുലേഷൻസോ കണക്കുകൂട്ടലോ ഒന്നും വേണ്ട. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രിപ്പയർ ആകുക, വരവിന് വേണ്ടി ദൈവത്തിന് വരവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആകുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ചില പാസ്റ്റർമാർക്ക് ഈ അന്ത്യക്രിസ്തുവിൽ സ്പെഷ്യലൈസ് ചെയ്ത പാസ്റ്റർമാരാണ്. അവരുടെ പ്രസംഗങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, അന്ത്യക്രിസ്തു വരുന്നതും ഇത് അതിന് നമുക്ക് PhD എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ദൈവസഭ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലത്. നമുക്കൊരു അവയർനെസ് മതി, ജസ്റ്റ് ഒരു ബേസിക് അവയർനെസ്. നമുക്ക് ഡീപ്പ് കാര്യങ്ങൾ വേണ്ടുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് നമ്മുടെ കാതലായ ആവശ്യം. പലരും ഞാൻ ഇവർക്ക് ഇത്രയും ഇതിനങ്ങ് സ്ട്രെസ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കി നമ്മൾ അങ്ങ് എത്തിപ്പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ പലരും നമുക്ക് പറ്റുന്നില്ല. സുഖസൗകര്യങ്ങൾ, മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള സുഖസൗകര്യങ്ങളൊന്നും നമുക്ക് പറ്റുന്നില്ല. ഇനി മേളും കൂടെ പറ്റിയില്ലെങ്കിലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ എങ്ങുമില്ലാതായിരുന്നു.
അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിപ്പറ്റി അവിടെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യത്തിൽ നമ്മളാകുക എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ ആയിരിക്കും. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ പോയി ഈ എന്നുള്ള അല്ല അതിനകത്തെ വിഷയം. നമുക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തോടു കൂടെ നമുക്ക് ജീവിക്കാവുന്നതാണ്. ദൈവത്തിനും വളരെ വ്യക്തമായി പറയുന്നു, യേശു വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തി 1:15 ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ വേണ്ടി സ്വർഗാരോഹണം ചെയ്ത ഈ യേശു നിങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ വീണ്ടും വരും. യോഹന്നാൻ 14:3 യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ദിവസം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് ദൈവം പറഞ്ഞിട്ടുമില്ല എന്നാണ് പലരും പല രീതിയിൽ ചോദിക്കും. ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ വിശ്വസിച്ചു അന്ന് വരുമെന്ന്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഇന്ന് ഈ നമ്മുടെ കാലത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തില്ല. മേ ബി ഇനി 2000 ഇയർ കഴിഞ്ഞോ 10,000 ഇയർ കഴിഞ്ഞോ ഒരിക്കലും ദൈവം വരുന്നത്. ദൈവം എപ്പോഴോ വരട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പിന്നെ നമുക്കാണ് ഈ 80 വർഷമോ 100 വർഷമോ ജീവിക്കുന്ന മനുഷ്യനാണ് ഈ 2000 വർഷം വലിയൊരു പീരീഡായിട്ട് തോന്നുന്നത്. എന്നാൽ കാലങ്ങൾക്ക് അധികം ആദിയും അന്തവും ഇല്ലാത്ത ദൈവത്തെ സംബന്ധിച്ച് 2000 വർഷവും ദൈവത്തെ സംബന്ധിച്ച് ഒരു പീരീഡ് അല്ല. നമുക്കൊരു റഫ് ആ ഒരു കമ്പാരിസൺ അതിന് ഇതല്ല. എന്നാലും നിങ്ങൾ വേണമെന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 80 സെക്കൻഡ് ജീവിക്കുന്ന ഒരു ജീവി, ഒരു മനുഷ്യനെന്ന് വെച്ച് ആ ആള് 5 ജനിച്ചു, 5 സെക്കൻഡ് ആയപ്പോൾ സ്കൂളിൽ പോയി, ഒരു 25 സെക്കൻഡ് ആയപ്പോൾ കല്യാണം കഴിച്ചു, 50-55 കല്യാണം സെക്കൻഡ് ആയപ്പോഴത്തേന് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, 80 സെക്കൻഡ് ആയപ്പോൾ ആൾ തീർന്നു. അല്ലെങ്കിൽ ആ ജീവിയെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് എത്ര വലുതെന്ന് ആലോചിച്ച് നമ്മളെ സംബന്ധിച്ച് തന്നെ ഒരു സെക്കൻഡ് നമുക്ക് വലിയ വിഷയമാണ്. അതുപോലെയാണ് ദൈവത്തിന് ഈ വർഷങ്ങളും കാര്യങ്ങളും ഒന്നും അത്ര വലിയൊരു പീരീഡൊന്നുമല്ല. നമുക്കാണ്, നമ്മൾ കാലത്തിന് ഉള്ളിലുള്ള ആയതുകൊണ്ട് നമുക്കിത് വലിയൊരു പീരീഡായിട്ട് തോന്നുന്നു. യേശു പറഞ്ഞു, അതുകൊണ്ട് ജാഗ്രത കൊടുക്കുക, നിങ്ങളുടെ കർത്താവ് ഏത് നാളിൽ വരും എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഭയമൊന്നും വേണ്ട, നമ്മൾ ഒരുങ്ങിയാൽ മതി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആത്മീയമായിട്ട് ജാഗരൂകരായിരിക്കണം, അലർട്ടായിരിക്കണം. നമ്മൾ പലരും ഭൂമിയിലെ ജീവിതം ഇത് ഒന്ന് തീർന്നൊന്നുമല്ല, ഇങ്ങനെ കണ്ടിന്യൂ പോകുന്നതാണെന്നുള്ളതാണ് ജീവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ അപ്രതീക്ഷിതമായിരിക്കും. തയ്യാറായിരിക്കുക എന്നുള്ള ഭയപ്പെടേണ്ട കാര്യമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിലർക്ക് ഭയമാണ് കർത്താവ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു ഭയം. അങ്ങനൊന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് തയ്യാറാകേണ്ടുന്നത്? ആത്മീയമായി നമ്മൾ ജാഗരൂകരാകുക. ആത്മീയ നിദ്രയിലോ അശ്രദ്ധയിലോ പോകരുത്. എപ്പോഴും നമ്മുടെ വചനധ്യാനം, നമ്മുടെ പ്രാർത്ഥന ഇതിൽ നമ്മുടെ ദിനചര്യയായി മാറണം. എല്ലാ ദിവസവും നമ്മൾ യേശുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുക. മത്തായി 26:41 പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനെ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഇരിപ്പിൻ. ഉറങ്ങുന്ന സഭയ്ക്ക് വരുവാനുള്ള രാജാവിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അലർട്ടായിരിക്കണം. പിന്നെ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരാണ്. നമ്മളെ വിളിക്കുന്നതിന് വിശുദ്ധരെന്ന്. പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇത് നമ്മൾ തുടങ്ങി ദൈവം അത്ര ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളെ. പക്ഷേങ്കിൽ നമ്മുടെ എന്നുമുള്ള നമ്മൾ വിശുദ്ധരായില്ലെങ്കിലും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം ഒരു വിശുദ്ധരാണ്, പൂർണ്ണ വിശുദ്ധരാണ്. പക്ഷെ അത് നമ്മൾ മരണം വരെ അങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ച് ആകെ തെളിവ് എന്നാൽ പിന്നെ അതിനുവേണ്ടി നിൽക്കേണ്ട അങ്ങനല്ല. ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ എവിടെയാണ് നമ്മൾ മാറ്റേണ്ടതെന്ന്, വിശുദ്ധിയിലേക്കുള്ള സ്റ്റെപ്പ് അതിലെവിടെയാണ് ചെയ്യുന്നത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കാട് വെട്ടിത്തെളിക്കാൻ പോകുന്നിരിക്കട്ടെ. കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന ഉടനെ ആദ്യം നമുക്ക് വലിയ മരങ്ങളൊക്കെ കാണുന്നത്, ഈ ചെറിയ ചെടികളൊന്നും നമുക്ക് കാണത്തേയില്ല. നമ്മൾ ആ വലിയ മരം വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ താഴെ കുറ്റിച്ചെടികൾ നമുക്ക് വിസിബിളാണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ അതിലും ചെറിയ ചെടികൾ കാണും.
അത് മാറ്റി കഴിഞ്ഞാൽ നിലത്തുനിന്ന് ഇങ്ങനെ മുളച്ച് വരുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ്. അത് നമുക്ക് ഒരു വിരൽ കൊണ്ട് പിക്ക് ചെയ്ത് കളയാനുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് ഈ വൃക്ഷമുള്ളപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ ദൃഷ്ടിയിലേ ഇല്ലാത്തൊരു പ്രശ്നമല്ല. പക്ഷെ ഇതൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്നത്. വലിയ വലിയ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ദൈവം നമ്മളെ കാണിക്കുമ്പോൾ അതെല്ലാം അതിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. യേശു പറയുന്നത്, നിങ്ങൾ 1 പത്രോസ് 15:14 പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ക്രിസ്തുവിൻ്റെ വരവിനായി തയ്യാറാകുക, ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാറ്റാൻ ദൈവത്തെ അനുവദിക്കുക. ദൈവത്തെ മാറ്റാൻ നമ്മളെ അനുവദിച്ചില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഫോഴ്സ് ചെയ്ത് നമ്മളെ മാറ്റി തോന്നുന്നില്ല. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാറ്റും. അതിനായിട്ട് അതുപോലെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾ, നിരാശകൾ, ലോകത്തിൻ്റെ ആകർഷണങ്ങൾ ഒക്കെ നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാം. എന്നാൽ അവസാനം വരെ നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. മത്തായി 24:13 പേരുന്ന അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പിന്മാറരുത്, പ്രത്യാശ കൈവിടരുത്, കർത്താവിൽ വിശ്വസിച്ചിരിക്കുക. പിന്നെ നമ്മൾ സുവിശേഷം അറിയിക്കുക. നമ്മൾ ഈ അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മൾ ഉത്സുകരായിരിക്കണം. ക്രിസ്തുവിൽ ഉള്ളവർക്ക് രണ്ടാം വരവ് ഭയപ്പെടേണ്ട കാര്യമല്ല, ഒരു അനുഗ്രഹീതമായ പ്രത്യാശയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എത്ര മഹത്വമുള്ളതായ ഒരു ദിവസമാണ് ആ ദിവസം. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. ദുഃഖമില്ല, വേദനയില്ല, മരണമില്ല, ദൈവസന്നിധിയിൽ നിത്യാനന്ദം. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ ദിവസവും ഈ അവസ്ഥയെപ്പറ്റി നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രത്യാശ നമുക്കുണ്ടാകും. ഈ അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പം എൻ്റെ മെസ്സേജ് ഞാനിവിടെ നിർത്തുകയാണ്. പിന്നെ ഇവിടെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളുടെ ഈ ചെറുപ്പ സമയത്ത് പിള്ളേരെ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഈ കാത്തിരിപ്പ് യോഗം നടക്കും. അപ്പം പലരും അഭിഷേകം പ്രാപിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഓരോരുത്തരൊക്കെ അഭിഷേകം പ്രാപിച്ചങ്ങ് പോയി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു 2 പേര്, ഒരാൾ എപ്പോഴും പ്രാപിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളായപ്പം പിന്നെ ഇച്ചിരി ഇതായി പ്രശ്നമായി. ലാസ്റ്റ് ഞാൻ എഴുതി തള്ളി, ഇനിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ജോലിക്ക്, അപ്പോൾ എനിക്കൊരു തലവേദന ഇങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞ അന്ന് സിക്ക് പിടിച്ച് ജോലിക്ക് പോയില്ല. ജോലിക്ക് പോകാതെ ഞാൻ വീട്ടിൽ കുറച്ച് ഇച്ചിരി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശുചാത്മാവുണ്ട്. അപ്പോൾ ആരുമില്ല, ഭാര്യയില്ല, അവിടെ ജോലിക്ക് പോയി, ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. അവിടെ നിങ്ങൾക്ക് ഏത് പ്രായമായാലും ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മളെ പിടിച്ചു വെക്കരുത്. ഓക്കെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ വളരെ ലളിതമായ ഭാഷയിൽ വളരെ ഉദാഹരണങ്ങളോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കേട്ടു. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരണം. കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം കേട്ടതുപോലെ കർത്താവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുഖത്ത് നമുക്ക് അതിലൊന്നും വ്യസനിക്കേണ്ടുന്ന കാര്യമില്ല. കർത്താവ് വരുവാനുള്ള സമയത്ത്, ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയത്ത് കർത്താവ് വരും. നമ്മൾക്ക് ഉള്ള കാര്യം നമ്മൾ ഒരുങ്ങിയിരിക്കുക. We have to be ready. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. പിന്നെ പുതുയുഗം വിരിയും, വിരിയവരാതെ നാം
Blessed be the name of God. ഇന്ന് നാം കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഉദാഹരണത്തിൽ കൂടി നാം കേട്ടതുപോലെ നമ്മെ പുറമേ നിന്ന് നോക്കിയാൽ നാം പെർഫെക്റ്റ് ആണ് എന്നുള്ള അപ്പിയറൻസ് ഉണ്ടാകും. എന്നാൽ പുറത്തുള്ള ഓരോ മരങ്ങളും വൃക്ഷങ്ങളും ഇലകളും ഒക്കെ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അതിലുള്ള തടസ്സങ്ങൾ, അതിലുള്ള വിശുദ്ധിക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെളിവായി വരുന്നത്. പുറമേ പച്ച പിടിച്ചു നിൽക്കുന്ന നമ്മെ പൊതിഞ്ഞിരിക്കുന്ന ആ വല ഒന്ന് മാറ്റി കഴിയുമ്പോൾ അതിനുള്ളിലുള്ള അവസ്ഥകളെ പൂർണ്ണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യാം. നാം കേൾക്കുവാൻ ദൈവം ആഗ്രഹിച്ച വചനമാണ് ഇന്ന് നാം കേട്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുവാൻ ആർക്കും ഇടവരാം. നമ്മെല്ലാവരും കർത്താവിന്റെ കാഹളധ്വനിക്ക് രൂപാന്തരപ്പെടുവാൻ, ഉയരങ്ങളിൽ എടുക്കപ്പെടുവാൻ, കർത്താവിനോടൊപ്പം യുഗായുഗങ്ങളായി വാഴുവാൻ, കഷ്ടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനകളില്ലാത്ത ലോകത്തിൽ യേശുവിനോട് കൂടെ ഇരിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുവാൻ ആർക്കും ഇടയാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയാച്ചായനി സമയത്ത് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം ഇവിടെ അവസാനിപ്പിക്കാം.
Hallelujah. Praise you, Jesus. Hallelujah. Yes, Lord. Yes, Lord. ഈ മാസത്തിന്റെ അവസാനത്തിൽ ഞങ്ങളെ നടത്തിനായി സ്തുതിക്കുന്നു. Amen. നിങ്ങളുടെ ആപത്തും കൂടാതെ Yes. കർത്താവേ ഞങ്ങളെ 5 മാസം ഇന്നൊന്ന സമയത്ത് വരെ സാധ്യം പാടുവാനെ പ്രാർത്ഥിക്കാനെ നല്ല സംഗീത സ്കൂളൊക്കെ കർത്താവിനോട് കേൾപ്പിക്കുന്ന അനുഗ്രഹിക്കണേ. കർത്താവ് സാവാചവർക്കിനായി സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ കൃപയെ സൂക്ഷിക്കണേ. നടുവിനും കാത്തുകൊള്ളണേ ഞങ്ങളുടെ പ്രാർത്ഥന. ഈ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നവരെ ബോഡിയുടെ പ്രധാന ചുറ്റുപാട് അന്നത്തെ സഭയെക്കൂട്ടിന്റെ സഭയുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവിയെ നിയന്ത്രിക്കാനാണ് കർത്താവ് സഭയെ ആരോഗ്യത്തോടെല്ലാം കൊണ്ടുപോകാൻ കർത്താവെ സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെയും കർത്താവിലേക്ക് കർത്താവെ നല്ലൊരു ഭാവി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ചുറ്റുപാടുള്ള അയൽവാസികളിലെല്ലാം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കും. കർത്താവെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥന എല്ലാവരും രാജ്യമാക്കിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയും പോലെ സൂക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവരെ സൂക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതുവർഷം കൂടെ നീട്ടിക്കൊടുക്കുന്ന ആരോഗ്യത്തോടെ ദാശയെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണേ സർവ്വേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Brother Jason will make some announcements.